ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 22 അധ്യായത്തിൻ്റെ 1 വാക്യം. സാംസ് ചാപ്റ്റർ 22 വേഴ്സ് 1. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത്? ഇവിടെ 2 പദങ്ങൾ. നീ, എന്നെ. ആരാണ് നീ? ആരാണ് എന്നെ? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഇതിനുള്ള ബന്ധത്തിൽ ഒരു വേദഭാവം കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മർക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം, അതിൻ്റെ 33-34 വാക്യം നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. 34 വാക്യത്തിലെ 9 മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഈ സമയമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഈ അന്ധകാരം വ്യാപിച്ചത് എന്ന് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. കൂരിരുട്ട് ഉണ്ടായി. അത് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയാണ്. നട്ടുച്ചയ്ക്കുണ്ടായ കൂരിരുട്ടിൽ നിന്ന് കേൾക്കുന്നു ഒരു ശബ്ദം. അതായത് ഇതിനെ ഒരു നിലവിളി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും. അത് വേറൊന്നുമല്ല, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളതായിരിക്കുന്ന ഒരു ശബ്ദം. അന്ധകാരത്തിൽ കൂരിരുട്ടിൽ കിടന്നുകൊണ്ട് ഒരു ശബ്ദം നാം കേൾക്കുന്നു. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ മേൽ വഹിച്ച് ദൈവ ക്രോധാഗ്നിയിൽ വെന്തെരിയുന്ന ലോകത്തിന് കാണുവാൻ കഴിയാത്ത ഒരു ഭയങ്കര കാഴ്ച ഇരുട്ടിൻ്റെ തിരശ്ശീല കൊണ്ട് ദൈവം മറയ്ക്കുകയായിരുന്നു. ഇവിടെ നാം കാണുന്നത് അന്ധകാരത്തിൽ കർത്താവായ യേശു ക്രിസ്തു, അതായത് പുത്രൻ, പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? കൈവിടുവാൻ കാരണം എന്താണ്? നമുക്കറിയാം, പലരും തെറ്റ് ചെയ്തിട്ടുണ്ട്. കാൽവരിയിൽ ദൈവ കോപത്തിൻ്റെ അഗ്നി വർഷിക്കുകയായിരുന്നു. ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവം തീയിൽ വെളിപ്പെടുക എന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്തിനായിരുന്നു? പാപികളായ നമ്മുടെ ഓരോരുത്തരുടെ മേൽ വീഴേണ്ടതായിരിക്കുന്ന ദൈവ അഗ്നി ഒരു പാപവും ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ വീഴുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. ദൈവ നീതിയുടെ ആ മൂർച്ചയേറിയതായിരിക്കുന്ന കത്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ പതിക്കുന്ന സമയമായിരുന്നു ഈ 3 മണിക്കൂറത്തെ സമയം. നാം മരിക്കേണ്ട സ്ഥാനത്ത് മരണമില്ലാത്തവൻ മരിക്കുന്നു. എന്നാൽ ആ സമയത്ത് എന്തുകൊണ്ട് അന്ധകാരം വ്യാപിച്ചു? അന്ധകാരം ഇല്ലാതെ ദൈവത്തിൻ്റെ ക്രോധാഗ്നി തൻ്റെ മേൽ ഇടുവാൻ കഴിയില്ലായിരുന്നോ? സാധിക്കയില്ലായിരുന്നു. ഇരുട്ടിൻ്റെ തിരശ്ശീല കൊണ്ട്, അന്ധകാരത്തിൻ്റെ തിരശ്ശീല കൊണ്ട് നാം കാണാതെ വണ്ണം ആ രംഗത്തെ പിതാവാൻ ദൈവം മറച്ചു. നമുക്കറിയാം, നമ്മളെ ബന്ധപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ ഒരു ഓപ്പറേഷന് വിധേയനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ആ വാതിൽക്കൽ വരെ എത്തുവാൻ കഴിയും, അകത്തു പോകാൻ സാധിക്കുകയില്ല. കാരണം നമുക്ക് ആ രംഗം കാണുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ അവരുടെ മേൽ കത്തി ഉപയോഗിക്കുന്നു, മാംസം വെട്ടി നുറുക്കുന്നതായിരിക്കുന്ന ആ വസ്തുതയൊന്നും
നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ വെച്ച് തന്നെ ആ വാതിൽ അടയ്ക്കുന്നത്, നോ എൻട്രി എന്ന് അവിടെ എഴുതുന്നത്. അതുപോലെ തന്നെയാണ് പിതാവായ ദൈവം തൻ്റെ കോപത്തിൻ്റെ അഗ്നി വർഷിച്ചപ്പോൾ പ്രിയരെ നമുക്ക് കാണുവാൻ കഴിയില്ല. നമുക്കത് കാണുവാൻ ഒക്കുകയില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുക സാധ്യമല്ല. പിതാവാൻ ദൈവം പറഞ്ഞു, മകനെ, മനുഷ്യവർഗത്തോട് പിതാവ് പറയുന്ന ഒരു വസ്തുത, നിങ്ങളത് കാണണ്ട. ഞാനും എൻ്റെ പുത്രനും തമ്മിലുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ പുത്രനെ കൈവിടുന്ന രംഗമാണ്. എല്ലാ മാനവജാതിയുടെയും പാപത്തിൻ്റെ ശിക്ഷ, ആ ശിക്ഷ ഞാൻ എൻ്റെ മകൻ്റെ മേൽ ഇടുന്നതായിരിക്കുന്ന രംഗമാണ്. നിങ്ങൾക്കത് കാണുവാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ കണ്ണടയ്ക്കില്ലെങ്കിൽ ഞാനിതാ നിങ്ങളുടെ കണ്ണടയ്ക്കുകയാണ്, ഞാൻ അന്ധകാരം വ്യാപിപ്പിക്കുകയാണ് എന്നാണ് നമുക്ക് കാണുവാൻ തക്കോളം കഴിയുന്നത്. പ്രിയരെ, ദൈവം തൻ്റെ പുത്രനോട് ഏർപ്പെട്ട സമയം ദൈവം പറയുന്നു, മനുഷ്യരെ ഒന്ന് മാറി നിൽക്കുവിൻ, എൻ്റെ പുത്രനെ ഞാൻ കൈവിടുകയാണ്. ലോകത്തിൻ്റെ പാപത്തെ അവൻ തൻ്റെ മേൽ വഹിച്ചിരിക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യരെ രക്ഷിപ്പാൻ ഞാൻ അവനെ ശിക്ഷിച്ച മതിയാകുകയുള്ളൂ. അതെ, നമ്മെ രക്ഷിക്കുവാൻ നാം അർഹിക്കേണ്ടതായിരിക്കും ശിക്ഷ നാം എടുക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ശിക്ഷയിൽ നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടി നീതിമാനായിരിക്കുന്ന ദൈവം നീതി പുലർത്തിക്കൊണ്ട് തൻ്റെ മകൻ്റെ മേൽ ആ ശിക്ഷ അയക്കുന്നു. അതാണ് നമുക്കിവിടെ കാണുവാൻ തക്കോളം കഴിയുന്നത്. നമുക്കറിയാം, വരുവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീയിൽ അവൻ വെന്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കയ്യഭാവിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, ഹന്നാസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ, അല്ല മഹാപുരോഹിതന്മാരുടെ മുൻപിൽ നിന്നപ്പോൾ, അത് റോമ ഗവൺമെൻറ് സന്നദ്ധ സംഘത്തിന് മുൻപാകെ നിന്നപ്പോൾ, അവിടെ എല്ലാ ആൾക്കാർ നിന്ദിക്കുകയും പരിഹസിക്കുകയും അടിക്കുകയും തുപ്പിയൊക്കെ ചെയ്തു. അവിടെ ഒന്നും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ല, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന്. കൈവിട്ടില്ലായിരുന്നു. അതൊക്കെ ശാരീരികമായിരിക്കുന്ന ദണ്ഡനമായിരുന്നു തനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. തൻ്റെ ശരീരം വിരൂപമായി, എന്നാൽ ഹൃദയം വിരൂപമായില്ലായിരുന്നു. ഹൃദയത്തെ വിരൂപമാക്കുവാൻ, ഹൃദയത്തെ ഉടയ്ക്കുവാൻ തക്കോണം ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ആ സമയത്തൊന്നും നമ്മുടെ കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് പറഞ്ഞില്ല. കർത്താവ് ദൈവം, പിതാവായ ദൈവം ആ സമയത്തൊക്കെയും തന്നോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ മകൻ്റെ മേൽ ആ ക്രോപത്തിൻ്റെ അഗ്നി വർഷിപ്പിക്കുന്ന സമയം മാനവജാതിക്ക് കാണുവാൻ കഴിയാതെ വണ്ണം അന്ധകാരം വ്യാപിക്കുകയും അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്ന വിളിയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത്. കോപത്തിൻ്റെ തീയിൽ അവൻ വെന്തിരിക്കുകയായിരുന്നു. ആ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയയില്ല. സ്വർഗത്തിൻ്റെ വാതിൽ പൂട്ടി ദൈവം കഥ കടച്ചു എന്നാണ്. ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കഥ കടയ്ക്കുന്ന മാതിരി ഇതാ ഇവിടെ വലിയവനായിരിക്കും ദൈവം കഥ കടച്ചു, സ്വർഗത്തിൻ്റെ വാതിൽ പൂട്ടി. ദൈവം തൻ്റെ പുത്രനെ കൈവിട്ട സമയമായിരുന്നു ഈ 3 മണിക്കൂറത്തെ സമയം. ഏകനായി അവൻ ആ ഭയങ്കര ശിക്ഷാവധി അനുഭവിക്കുകയാണ്. ആർക്കു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. പ്രിയ സഹോദരാ, മറന്നു പോകരുത്, ഈ ചരിത്രത്തിൽ ഇതുവരെയും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലെ മരിക്കുവാൻ വേണ്ടി ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കൂരിരുട്ടിൽ അവിടുന്ന് അനുഭവിച്ചതായിരിക്കുന്ന വേദന, നിത്യത മുഴുവൻ പിതാവിൻ്റെ ഓമന മകനായി ജീവിച്ചിരുന്നു, പിതാവിനാൽ കൈവിടപ്പെട്ട അവസ്ഥ, അത് എത്ര ഭയങ്കരമായിരിക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര ഭയങ്കരമായിരിക്കുന്നു. ദൈവമൊന്നുമില്ല, പിതാവ് പുത്രനെ കൈവിട്ടു. എന്തിന്? ഞാനും നീയും സ്നേഹിത കൈവിടേണ്ട സ്ഥാനത്ത്, ഞാനും നീയും കൈവിട്ട ശിക്ഷയ്ക്ക് അർഹരാകേണ്ടതായിരിക്കും സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കൈവിടപ്പെട്ടു. അവൾ ചോദിക്കുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ ചോദ്യത്തിന് മുൻപാകെ നമുക്കോരോരുത്തർക്കും പറയുവാൻ ഉത്തരവുണ്ട്. എനിക്ക് വേണ്ടി
നീ എന്നെ കൈവിട്ടത് എന്ത്? നീയും ഞാനും തമ്മിൽ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഇതാ എന്നെ കൈവിട്ടത് എന്ത്? നീ എന്നെ കൈവിട്ടത് എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് പല കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ. നിത്യത മുതൽ അങ്ങയുടെ മടിയിൽ ഓമനക്കുമാരനായിരുന്നല്ലോ ഞാൻ. യൂദാസ് ഒറ്റിക്കൊടുത്തല്ലോ, പത്രോസ് തള്ളിപ്പറഞ്ഞല്ലോ. അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് തെറ്റിപ്പോയല്ലോ, അവനെ മാനസാധ്യത കൊണ്ടുവന്നില്ലേ? അനേകർ പോയവരെയൊക്കെയും മാനസാധ്യത കൊണ്ടുവന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ നന്മയല്ല തിന്മയായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും വേണ്ടി ഒരു തിന്മയും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ അനേകർക്ക് നന്മ മാത്രം ചെയ്തുകൊണ്ട് 33 വർഷക്കാലം ഞാൻ ജീവിച്ചു. എന്നെ എന്തിന് നീ കൈവിട്ടു? കർത്താവ് യേശുവിന് അറിയാമായിരുന്നു അത് എന്തിനാ കൈവിട്ടെന്നുള്ളത്. എന്നാൽ ഇന്ന് പകൽ സമയത്ത് നാം നമ്മുടെ നാവ് തുറക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാവ് തുറന്ന് നമുക്കൊരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. അതേ കർത്താവെ, അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇന്ന് പറയുന്നു. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. അതെ, അതൊക്കെ അവരെല്ലാം പാപികളായ മനുഷ്യരായിട്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നത് യാതൊരു പാപവും ചെയ്യാത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ സ്വർഗത്തിൻ്റെ മണിമുകുടമായവൻ, ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ, ഇതാ കാൽവരി ക്രൂശിൽ കോപ അഗ്നിക്ക് അധീനരായിത്തീരുന്നു. അവൻ ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുന്നത്? സ്വർഗത്തിൻ്റെ വാതിൽ അവൻ്റെ മുൻപിൽ അടയ്ക്കപ്പെട്ടു. യാതൊരു മറുപടിയുമില്ല. എനിക്കും നിനക്കുമായി അവിടുന്ന് ഇത് അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ പകൽക്കാലത്ത് നമുക്ക് ഓർക്കുകയും നമുക്കവനെ സ്തുതിക്കുകയും ചെയ്യാം. നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നതിന് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നതിന് കാരണം പിതാവായ ദൈവം തൻ്റെ മകനെ കാൽവരി ക്രൂശിൽ കൈവിട്ടു. നമ്മെ ഓർത്തുകൊണ്ട്, അന്ന് നമ്മെ അവൻ ഓർത്തു. നമ്മളെ പാപഭംഗിലമായിരിക്കുന്ന ജീവിതത്തെ ഓർത്തു. നമുക്ക് രക്ഷ ലഭിക്കേണ്ടതിനായിട്ട്, ദൈവത്തിൻ്റെ മകനായി മകളാക്കി തീർക്കേണ്ടതിനായിട്ട് തൻ്റെ ഓമന കുമാരൻ നാം അനുഭവിക്കേണ്ടതായിരിക്കുന്ന ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം മരണം, ആ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന ആ വലിയ ശിക്ഷ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. എന്നെയും നിങ്ങളെയും അവിടുന്ന് വീണ്ടെടുത്തു. അതെ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉള്ള നിലവിളിയുടെ മുൻപാകെ ഇന്നീ പകൽ സമയത്ത് നാം വായടച്ചിരിക്കുന്നുവെങ്കിൽ വലിയ പാപമാണ്. നമുക്കിത് നമ്മുടെ വാ തുറക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി. അതേ കർത്താവേ, അതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശരീരത്ത് നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നു. ഞാൻ പറയട്ടെ, എല്ലാവരും കൈവിട്ടു. ഒടുവിൽ പിതാവ് മാത്രം കൈവിട്ടില്ലാത്ത സമയമുണ്ടായിരുന്നു. അവൻ അവസാനം തൻ്റെ ശിഷ്യന്മാർ തന്നെ കൈവിട്ടു. എല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ വളരെ ദൂരെ നിൽക്കുകയാണ്. അവൻ തൻ്റെ അമ്മ ദൂരെ നിൽക്കുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരാളെങ്കിലും കടന്നു വന്ന് തന്നെ നോക്കിയില്ല. അല്ല, മരിച്ചവർക്ക് ദൈവം ജീവൻ കൊടുത്തു. എന്നാൽ അവരിൽ പോലും ആരും വന്ന് എൻ്റെ ഈ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് എനിക്ക് ജീവൻ തന്നതാണല്ലോ, ഈ കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാമെന്ന് പറഞ്ഞ് ആരും വന്നില്ല. ആരും നിന്റെ അടുത്ത് വന്നില്ല. ധാരാസമയത്തൊക്കെ ഈ പിതാവുണ്ടായിരുന്നു കൂടെ. എന്നാൽ ഇപ്പോൾ ഇതാ കേൾക്കുന്നൊരു നിലവിളി കർത്താവായ യേശു ക്രിസ്തു നിലവിളിക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഈ നിലവിളിയുടെ മുൻപാകെ, ഈ കരച്ചിലിന് മുൻപാകെ നമുക്ക് തല വണങ്ങിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഒരു വാക്ക് നന്ദി പറയാം. കർത്താവേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നീ സഹിച്ച പങ്കപ്പാടുകൾ, കർത്താവായ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി അനുഭവിച്ചതായിരിക്കുന്ന വ്യതകൾ ഈ സമയത്ത് ഓർക്കുന്നു. നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.